കേറ്റുന്നോ മാനവജന്മം പൂണ്ടോനാ ദൈവതനൂജനിവൻ സത്യം പാലിക്കുമോ ഘോഷിതമായി സുതജനനം വേദലഹീമിൽ ആകർഷിച്ച സുവിശേഷം സരണിബുധന്മാർ എഴുതാക്കി കൈതാരിൽ നീക്കകടും ഹൃത്തിൽ വിശ്വാസവുമേന്തി ഗുഹയിൽ പോകി സൃഷ്ടിയിൽ ധരണിതലത്തിൻ സീമ വരെ പ്രഭവീശിടും മഷിഹായ ദുരിത വിമോചകനേ കൂപ്പി മെൻപോലം വാദാമൽ പോലം ഉൽമീനാമി വർഷിക്കട്ടെ താതനയച്ചി ആവാവേ തീച്ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവ പനിനീരാ മൃതലോകത്താ കുലമേറും ഭവനങ്ങളിൽ മരുവുന്നോരിൽ നിന്നവയത്തിൽ നേത്രിതരാം ദാസന്മാർ തൻ പിഴ പോക്കി അവകാശം നൽകിയിടേണം ശാശ്വത സുസ്ഥിരരാ ജഗത്തിൽ. സ്വർഗത്തിന്റെ നിശബ്ദമായ സ്വർണമന്ദിരങ്ങളിൽ നിന്ന് നമ്മുടെ പൂർവികരും നമ്മളെ വിട്ടുയർന്ന വിശുദ്ധാത്മാക്കളും ഭൂമിയിലേക്ക് ദൃഷ്ടി തിരിച്ചു. ഭൂമിയിൽ ക്രിസ്മസ് കാലം ആരംഭിച്ചതിൻ്റെ പ്രകാശം സ്വർഗത്തിലേക്കും എത്തി. ആഘോഷങ്ങൾ വർദ്ധിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്ദേശം മനുഷ്യർ ഭൂമിയിൽ മറന്നു പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവരെ അലട്ടുന്നത്. ഈ വർഷം മനുഷ്യർ എന്താണ് ആഘോഷിക്കുന്നത് എന്ന് കാണാൻ മോസസ്, എബ്രഹാം, റൂത്ത്, ഗബ്രിയേൽ, മൈക്കിൾ, സെന്റ് പീറ്റേഴ്സ് എന്നിവർ ആകാംക്ഷയോടെ ഭൂമിയിലേക്ക് ഉറ്റുനോക്കി. യേരൂശലേമിൻ രാജാവും പൂജാതനായി
യൂറോപ്പിൽ നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളാണ് എത്ര മനോഹരമായിരുന്നു അല്ലേ പ്രായമിച്ച? ആഘോഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ക്രിസ്തുവിന്റെ യഥാർത്ഥ സന്ദേശം മറക്കുന്നുണ്ടോ? ഇന്നലെ നടന്നൊരു സംഭവം തന്നെ ഒരു ഉദാഹരണമല്ലേ മോസച്ചായ? എന്ത് പറ്റി? അവിടെ 2 മലയാളി കുടുംബങ്ങൾ യൂറോപ്പില് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടിന്റെ പുറത്ത് തണുത്ത് വിറങ്ങിലിച്ച് നിന്ന് ഒരു ഫാമിലി പുറത്ത് വാതൊക്കെ മുട്ടുക. അവരൊന്നും വാതിലും തുറന്നില്ല, അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും വെച്ച്. അവരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെയാണ് അവരെ പറഞ്ഞയച്ചത്. ഞാനും ശ്രദ്ധിച്ചിരുന്നു, അഭയാർത്ഥികളായിരുന്നു അവരും. ക്രിസ്മസ് ആണെങ്കിൽ പരസ്പരം സഹായിക്കുക എന്ന ക്രിസ്തുയുടെ സന്ദേശം മനുഷ്യൻ മറക്കുന്നുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ സംഭവിച്ച ഇതല്ലേ? മേരിക്കും ജോസഫും ഒരാൾ പോലും ഇടം കൊടുത്തില്ലല്ലോ. എങ്കിലും ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. പക്ഷേ ക്രിസ്തുവിനുള്ള യഥാർത്ഥ വിശ്വാസം കുറയുന്നുണ്ടോ? അത് നമുക്ക് ഇപ്പോ വന്ന മോനോട് ചോദിക്കാം. അവൻ ഇന്റർനെറ്റിൽ നോക്കി പറയുമല്ല. Dan morgen, Carlos. Ni AI och i പഠിച്ചിട്ടാണ് on statistics എന്നൊക്കെ പറഞ്ഞു. ഗ്ലോബലി നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി വളരുന്നുണ്ട്. എസ്പെഷ്യലി ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്കയിലൊക്കെ. പക്ഷേ പീറ്റർ ചായൻ പറഞ്ഞത് ശരിയാണ്, ക്രിസ്ത്യാനികൾ വളരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ക്രിസ്ത്യാനികൾ വളരുന്നുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ക്രിസ്ത്യാനികൾ കൂടുന്നുണ്ട്, പക്ഷേ വിശ്വാസം കുറയുന്നുണ്ടോ? അതെ, ആഘോഷമെല്ലാം തീരും, പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹപാത ഒരിക്കലും തീരരുത്. ഈ ക്രിസ്മസിൽ നാം യേശുവിൻ്റെ ജനനം മാത്രം ആഘോഷിക്കുകയല്ല, ദൈവത്തിൻ്റെ സന്ദേശം, സ്നേഹം, കരുണ, സമാധാനം ജീവിതത്തിൽ ആഴത്തിൽ നിറയ്ക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ തുറക്കുമ്പോൾ ഓരോ തവണയും ബെത്ലഹേം വീണ്ടും ജനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.